ജനങ്ങൾക്ക് മുന്നിലേക്കാണ് അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരുന്നത്. അതിലൊരു മറുപടി വേണ്ടേ? അതായത് ഈ സ്ത്രീ നേരിടേണ്ടി വന്ന അട്രോസിറ്റി അത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ അത് കൃത്യമായി പറയാമല്ലോ. ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് കോൺഗ്രസിന് ഈ പറയുന്ന ഗുണ്ടാപ്പട എന്ന പ്രയോഗമൊക്കെ ആവാം, പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു, അത് പോലീസ് ഇടപെട്ട് തടയുകയാണ് ഉണ്ടായത് എന്നുള്ളതടക്കം നിങ്ങൾക്ക് നിയമസഭയിൽ പറയാം. പക്ഷെ ഇതൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ആകെ പറഞ്ഞത് ഈ മഹദിയുടെ വിഷയം മാത്രമാണ്. ഈ മഹദി എന്ന് പറഞ്ഞാൽ ഞാൻ കോട്സിലാണ് കേട്ടോ പറഞ്ഞത്. പണ്ടും കോട്സിലിട്ട് പലരും എം മണി അടക്കം നടത്തിയിട്ടുള്ള ഒരു പ്രയോഗമാണല്ലോ. ഞാനിവിടെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സംസ്കാരമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതുപോലെ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക, ഗുണ്ടായിസം നടത്തുക, അക്രമം നടത്തുക, എന്നിട്ട് ഞങ്ങളുടെ തലയിൽ കെട്ടിയിടുക, എല്ലാം ഞങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഈ പാറശാലയിലെ കൊല്ലയിൽ ഒരു സ്ത്രീയെ മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ മുടി മുറിച്ച ഒരു വലിയ പരാതി ഉണ്ടായിരുന്നു. ഇവരുടെ കുറിച്ച് പറഞ്ഞു, അങ്ങ് പാറശാലയിലെ കാര്യങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നിയമസഭയിൽ ഇന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നതിനൊന്നും അങ്ങ് മറുപടി പറയുന്നില്ല. നിങ്ങൾ ഒരു മണിക്കൂർ ചർച്ചയിലെടുക്കില്ല. നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്. സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നു. എവിടെ? ഈ പാറശാലയിൽ മുടി മുറിച്ചത് പ്രശ്നമല്ലേ? അല്ല, പ്രശ്നമില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. ഞങ്ങൾ അന്വേഷണമായിട്ട് അവസാനം പ്രതികൾ അവരാണ് എന്ന് വരുന്നതിരുന്ന പ്രശ്നമല്ലേ? ഈ ഇവിടെ MLA ആയിരുന്ന ശെൽവരാജിന്റെ വീട് കത്തിച്ചത് പ്രശ്നമായിരുന്നില്ലേ? ആർക്കാണ് പ്രശ്നമില്ലാത്തത്? ആ വാർത്തകളെല്ലാം കൃത്യമായി നാട് അറിയുന്നുണ്ട്. സഭയിൽ നിന്ന് അടിയന്തര പ്രമേയം വരുമ്പോൾ നിങ്ങൾ ഒരു വലിയ നീട്ടപ്പട്ടികയിൽ എഴുതി തരുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമേ സഭയിൽ അടിയന്തര പ്രമേയം രാഷ്ട്രീയ ചർച്ചയായി എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ നടപ്പിലാകുന്ന കാര്യമാണോ വസീഫെ? ആണോ? നിലമ്പൂർ നിയമസഭയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ രാധയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീ വി വസീഫ് ഇന്ന് നിയമസഭയുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ഒരൊറ്റ കാര്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. നേരത്തെ ഞാൻ ചോദിച്ചു, ശ്രീ അദ്ദേഹം സഭയിൽ പറയാണ് ഞാൻ പറഞ്ഞിട്ട് ഒരാളും കേൾക്കുന്നില്ല എന്ന്. നിയമസഭയിലെ ആരാധ്യനായ സ്പീക്കർ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന്. എന്തൊരു ഗതികേടാണത്. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ മറുപടി പറഞ്ഞില്ല. ഇന്നിപ്പോ ഞാൻ സഭയിൽ ചോദിക്കുന്നു, സഭയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കുന്നു. പിന്നീട് ഇന്നിപ്പോ സഭയിൽ ആ കാര്യം വരുമ്പോൾ അത് കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉന്നയിക്കാതെ എന്താണ് സഭയിൽ എന്താണ് അതിന് മറുപടി പറയാത്ത? ആകെ ഒരൊറ്റ സെന്റൻസ് അല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും പറയുന്നില്ല. പാറശാലയിലേക്കും നിലമ്പൂരിലുമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇല്ലേ? അല്ല, നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ വല്ലാത്ത പ്രയാസങ്ങളും മാത്രം പറഞ്ഞു പോലെ ഈ പൊതുസമൂഹത്തിന്റെ പ്രയാസമാണ്. ഭാരവാഹിയുടെ മുടി മുറിച്ചിട്ട് അത് CPM-കാരുടെ അക്രമമാണ് എന്ന് പറഞ്ഞിരുന്നോ? അടുത്തത് ഇവിടെ MLA ആയിരുന്ന ശെൽവരാജിന്റെ വീട് തീയിട്ടിട്ട് അത് CPM-കാരാണ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നോ? നിലമ്പൂരിൽ രാധ കൊല്ലപ്പെട്ടത് ഇവര് ചർച്ച ചെയ്തിരുന്നോ? തിരിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? കലാരാജുവിനെ മുടിക്ക് കുത്തിപ്പിടിച്ച് വസ്ത്രം വലിച്ചടിച്ച് കാല് വെട്ടിക്കളയുമെന്ന് പറഞ്ഞത് CPM ആണ് എന്ന് ഞാൻ പറഞ്ഞോ? CPM ആണോ അവരുന്നയിക്കുന്നതിന് പ്രകാരം, അവർ ആരോപിക്കുന്നതിന് പ്രകാരം, UDF നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് പ്രകാരം CPM ആണോ എന്നേ ചോദിച്ചോളൂ. ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്താത്ത ഇടത്ത് എനിക്ക് അതൊന്നും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പറയേണ്ട ബാധ്യതയില്ല വസീഫെ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. നിങ്ങളിങ്ങനെ വല്ലാതെ പ്രയാസപ്പെടല്ലേ? എനിക്കല്ല പ്രയാസം, വസീഫ് നന്നായി പ്രയാസപ്പെടുന്നുണ്ട്. കൂറുമാറ്റത്തെ, ജനാധിപത്യത്തെ പണം ഉപയോഗിച്ച് അങ്ങനെ വല്ലാത്ത രീതിയിൽ ഇല്ലാതെയാക്കുന്ന ശ്രമത്തെ ഈ നാട് പ്രതിരോധിക്കും. അതിനെന്താ പ്രശ്നം? അതിനൊരു പ്രശ്നവുമില്ല. അങ്ങനെ ജനാധിപത്യത്തിന് ജനം കൊടുത്ത അധികാരത്തെ പണത്തിന്റെ പേരിൽ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. പക്ഷെ അതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് അധിക്ഷേപം നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം എന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. അതിനെ ഈ പറയുന്ന അവിശ്വാസ പ്രമേയം എന്ന നിലയ്ക്ക് ലഘൂകരിച്ച് കാണരുത് എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അങ്ങ് പ്രതികരണം നടത്താൻ ശ്രമിച്ചിട്ടില്ല. അങ്ങേക്ക് പറയാൻ നിരവധി വിഷയങ്ങളുണ്ട്, ചോദിക്കാനും നിരവധി വിഷയങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ ചോദ്യം എന്നു പറയുന്നത് അങ്ങ് തൊട്ട് വേദനിപ്പിച്ചിട്ടില്ല ശ്രീ വി വസീഫ്.